മൺസൂൺ ടൈമിൽ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് സ്കിന്നിൽ പല ഇഷ്യൂസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻസിനെ പറ്റി ഇന്ന് സംസാരിക്കാം. സാധാരണമായിട്ട് ഇടുക്ക് ഭാഗങ്ങളിൽ, അതായത് കക്ഷത്ത്, തൊടയിടുക്കിൽ, മാറിനടിയിൽ, പിന്നെ അതുപോലെ വിരലിനിടയിലൊക്കെ ചുവന്ന ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള പാടുകളായിട്ടാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നത്. ഇതിന് പുറമെ നഖത്തിലും ഫംഗൽ ഇൻഫെക്ഷൻസ് വരാവുന്നതാണ്. നഖത്തിന് ചുറ്റും വേദനയായിട്ടോ അല്ലെങ്കിൽ ചൊറിച്ചിലായിട്ടോ നഖത്തിൽ നിറവ്യത്യാസവുമായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാം. സാധാരണമായിട്ട് ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് ആന്റിഫംഗൽ ിട്ടുള്ള ക്രീംസ് അഥവാ ഓറൽ മെഡിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചാണ് ഇത് തീരുമാനിക്കുന്നത്. മരുന്നിനോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. സ്കിൻ എപ്പോഴും ഡ്രൈ ആക്കി വെക്കുക. മഴ നനഞ്ഞതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷവും സ്കിന്ന് നന്നായിട്ട് തുടച്ചുണക്കുക. നനഞ്ഞ ഡ്രസ്സ് അല്ലെങ്കിൽ നനഞ്ഞ സോക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യുക. ഇന്നവേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഷൂസ് ആണെങ്കിലും വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും റീയൂസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ സ്വയം ചികിത്സ ചെയ്യുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന മിക്ക പേഷ്യൻസും എന്തെങ്കിലും ഒരു ക്രീം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും വരുന്നുണ്ടാവുക. ഇത്തരം ക്രീമുകളിൽ മിക്കവാറും സ്റ്റീറോയിഡും അടങ്ങിയിട്ടുണ്ടാവും. സ്റ്റീറോയിഡ് ക്രീംസ് ആദ്യം യൂസ് ചെയ്യുമ്പോൾ റാഷ് കുറയുന്ന പോലെ തോന്നുമെങ്കിലും അത് കൂടുതൽ നാൾ യൂസ് ചെയ്യുമ്പോൾ റാഷ് വേഴ്സൺ ആവാനും അതുപോലെ ഇതൊരു ദീർഘകാല രോഗമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു റാഷ് നിങ്ങൾക്ക് 1-2 ആഴ്ചയായിട്ട് മാറാതെ നിൽക്കുന്നുണ്ടെങ്കിലോ അത് സ്പ്രെഡ് ആവുന്ന പോലെ ഉണ്ടെങ്കിലോ നേരത്തെ തന്നെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ഇതിന് വേണ്ട ചികിത്സ ചെയ്യേണ്ടതാണ്. മുതിർന്ന ആൾക്കാരിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ പറ്റിയും ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. കുട്ടികളിൽ ഉണ്ടാവുന്ന സ്കിൻ പ്രോബ്ലംസിനെ പറ്റി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.